പുരുഷന്മാർക്കെല്ലാം ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന കാഴ്ചയിലൂടെ, സ്ത്രീകൾക്ക് അങ്ങനെയല്ല, ഇമോഷനിലൂടെ. സ്ത്രീക്ക് ഒരു പെണ്ണിനെ കണ്ട ഉടനെ ഒരാണിനെ കണ്ട ഉടനെ പോയി തോന്നില്ല. അവർക്ക് അടുപ്പം തോന്നി, ഇഷ്ടം തോന്നി, അവർക്ക് ചിലപ്പോൾ അവരുമായിട്ട് ഒത്തിരി ചിലപ്പോൾ വയസ്സിന് വ്യത്യാസമുള്ളവരാണെങ്കിലും അവരുമായിട്ട് ഒരു ബന്ധമില്ലാത്തവരാണെങ്കിലും അവർക്ക് ആത്മബന്ധം തോന്നിക്കഴിഞ്ഞാൽ അടുപ്പൊന്നും ഇഷ്ടം തോന്നിയില്ല അതുണ്ടാവത്തുള്ളൂ. അല്ലാതെ എത്ര വലിയവനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ലൈംഗിക ബന്ധം തോന്നത്തില്ല. പക്ഷെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിഭാഗം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, എല്ലാവരും അല്ല, അവർക്കൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ലയോ തുണി ഞരമ്പ് രോഗമല്ലേ അത്? അത് ഞരമ്പ് രോഗം. ആ ഞരമ്പ് രോഗം ഉള്ള ഒരു സമൂഹത്തിലേക്ക് ആ ഞരമ്പ് രോഗത്തെ മുതലെടുത്തുകൊണ്ട് തുണി ഊരി കാണിച്ചിട്ട് ഞങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് പറയുന്നതോടെ എനിക്ക് യോജിപ്പില്ലാത്ത. പിന്നെ കംഫർട്ടായിട്ട് ചില സ്ത്രീകൾ ഇടുന്നുണ്ട്. ഒരു പുറത്തൊക്കെ ജീവിച്ചു വന്നവർ അവരുടെ രീതിയിൽ ഇടുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരാൾ അവരുടെ ഡ്രസ്സ് ഇടുന്നതും അല്ല മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടി ഡ്രസ്സ് ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അവർ പിടിച്ചിരുന്നതും കാണുമ്പോൾ നമുക്കറിയാം അത് അവർക്ക് അത് കാണിക്കണം, എങ്ങനെയും ഒന്ന് മാർക്കറ്റ് ചെയ്യണം. എങ്കിൽ അത് ഞങ്ങൾക്ക് പറ്റുന്നില്ല. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അന്ന് എതിർക്കുക. അതാ ഞാൻ പറഞ്ഞത്, മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലത്ത് മുല മുറിച്ചൊരു നങ്ങേലി. അന്ന് മുല മറയ്ക്കാൻ കൊതിച്ചൊരു കാലമായിരുന്നു. അപ്പോൾ ആ നങ്ങേലി വന്നിട്ട് അന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് മാർത്തു തുണി ഇടാം. ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് നോക്കിക്കോ, തുണി ഇട്ടാതെ എടുത്ത് കളയും. ഇന്ന് ഞാൻ പറയട്ടെ, സ്ത്രീകളൊന്നും തുണി ഇടണ്ടാന്നൊരു നിയമം വരുന്നിരിക്കട്ടെ. സ്ത്രീകളൊന്നും തുണി ഇടണ്ട, ആണുങ്ങൾ ഇവിടെ തുണി ഇടണ്ട നിയമം വരട്ടെ. നാളെ ഇവിടെ ആളുകളെല്ലാം മൂടി പോച്ചുകൊണ്ടിറങ്ങും പുറത്തോട്ട്. അതാണ് ഇവിടുത്തെ ഒരു, അതായത് ഇവിടെ എന്ത് ചെയ്യരുതെന്ന് പറയുന്നത് അത് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം.